മതങ്ങൾ ആക്രമണങ്ങളെയും സ്ത്രീവിരുദ്ധതയും പ്രോത്സാഹിപ്പിക്കുന്നതിനെ തുറന്നു കാട്ടണമെന്ന് എഴുത്തുകാരി തസ്ലിമ നസീൻ പറഞ്ഞു. കേരള യുക്തിവാദി സംഘം 34ാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. That they no longer accepted what they had been taught to accept, that they began to question, that they began to resist. But those same words enraged fundamentalists, because fundamentalism cannot survive scrutiny, patriarchy cannot survive reason, religion cannot tolerate equality. മതങ്ങളെയോ മതഗ്രന്ഥങ്ങളെയോ നിരോധിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ മതഗ്രന്ഥങ്ങൾ സ്ത്രീവിരുദ്ധതയും ആക്രമണങ്ങളെയും പുരുഷാധിപത്യത്തെയുമെല്ലാം അനുകൂലിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരണം. മതം എപ്പോഴും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്നു. മതം സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായി കാണുന്നു. മതത്തിന്റെ ആദ്യത്തെ ഇര സ്ത്രീകളും രണ്ടാമത്തേത് ന്യൂനപക്ഷങ്ങളും. ചോദ്യം ചോദിക്കാതെ പിന്തുടരാനാണ് മതം പറയുന്നത്. മതനിയമങ്ങൾക്കെതിരെ എഴുതിയതും ശബ്ദിച്ചതുമാണ് തനിക്കെതിരെ മതമൗലികവാദികൾ തിരിയാൻ കാരണം. സംരക്ഷിക്കേണ്ട ഭരണകൂടം മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞ് തന്നെ ശിക്ഷിച്ചു. തന്റെ രാജ്യത്തെ ഉപേക്ഷിക്കാൻ താൻ നിർബന്ധിതയായി. 3 പതിറ്റാണ്ടായി ഇപ്പോൾ പ്രവാസിയായി ജീവിക്കുന്നു. കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് അധ്യക്ഷനായിരുന്നു. യുക്തിരേഖ മാധ്യമ പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക PV സുഹറ തസ്ലീമ നസീറിന് സമ്മാനിച്ചു. സാംസ്കാരിക സമ്മേളനം പ്രൊഫസർ ഹമീദ് ചേന്ദമംഗല്ലൂർ ഉദ്ഘാടനം ചെയ്തു. കവി കുരിപ്പുഴ ശ്രീകുമാർ, സംഘം ജനറൽ സെക്രട്ടറി TK ശക്തിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.